തീം ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരു ലിമിറ്റഡ് എഡിഷൻ പോലെ മാനുഫാക്ചേഴ്സ് ഇപ്പോൾ വണ്ടി ഇറക്കുന്നുണ്ട്. അത് നമുക്കിപ്പോൾ ഹോണ്ടയിൽ നിന്ന് കിട്ടിയ പുതിയതാണ് റെപ്സോൾ എഡിഷൻ വേരിയൻറ്റ്. അത് നമുക്ക് ഹോർണറ്റിനകത്തും വരുന്നുണ്ട്, അതുപോലെ തന്നെ ഡിയോയിലും വരുന്നുണ്ട്. അത് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് ഡിയോൻ്റെ ഹോണ്ട റെപ്സോൾ എഡിഷനാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ലിമിറ്റഡ് എഡിഷൻ വരുമ്പം ആദ്യം തന്നെ എല്ലാവർക്കും ഉള്ളൊരു സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയിൽ എന്തൊക്കെ മാറ്റം വന്നിട്ടുണ്ടാവും, അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൈസ് എത്ര കൂടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഡിയോൻ്റെ ഹോണ്ട റെപ്സോൾ എഡിഷൻ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് വന്നേക്കുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് രണ്ടെണ്ണമായിട്ടാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസൈനിനകത്താണ് മെയിനായിട്ടുള്ള മാറ്റം. പക്ഷേ ഡിസൈനിൽ തന്നെ ഡിയോയിൽ ഇതുവരെ കിട്ടാത്തൊരു കാര്യം കിട്ടിയിട്ടുണ്ട്. അതായത് നമുക്ക് അലോയ് വീൽസ് കിട്ടുന്നുണ്ട്. അത് റെപ്സോൾ എഡിഷൻ ആയതുകൊണ്ട് തന്നെ ഈ അലോയ് വീൽസിൻ്റെ കളർ ഓറഞ്ച് ആണ്. അതുകൊണ്ട് തന്നെ നല്ലോണം എടുത്ത് നിൽക്കുന്നുണ്ട്. അത് നമുക്ക് ഈ റെപ്സോളിൻ്റെ തീം ഇങ്ങനെയാണ്. അത് മാത്രമല്ല, നമ്മൾ ഈ വണ്ടിയുടെ മൊത്തത്തിലുള്ള ഡിസൈൻ മാറ്റം നോക്കിയാൽ തന്നെ, ഡിസൈൻ മാറ്റം എന്ന് പറയുന്നത് ഇതിനകത്തുള്ള കളർ ചേഞ്ചും അതുപോലെ തന്നെ ഗ്രാഫിക്സ് മാറ്റമാണ്. അപ്പോൾ അത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ പ്രോപ്പറായിട്ട് ഹോണ്ടയുടെ റെപ്സോൾ റേസിംഗ് തീമിലുള്ള കളേഴ്സ് തന്നെയാണ് ഉപയോഗിച്ചേക്കുന്നത്. അത് നമുക്ക് വൈറ്റും ബ്ലാക്കും പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഓറഞ്ചും റെഡും കൂടെയുള്ള കോമ്പിനേഷനാണ്. പിന്നെ നമുക്ക് കുറേ ഗ്രാഫിക്സ് ആണ് ഉപയോഗിച്ചേക്കുന്നത്. അതിനകത്ത് തന്നെ റെപ്സോൾ ബ്രാൻഡ് മിക്ക സ്ഥലത്തും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുവാണെങ്കിൽ തന്നെ നമ്മുടെ മഡ് ഗാർഡ് എന്ന് പറയുന്നത് ബ്ലാക്ക് കളറാണ്. അതിനകത്തൊരു റെപ്സോൾ ബ്രാൻഡിങ് വരുന്നുണ്ട്. അപ്പോൾ നല്ലോണം തന്നെ നിൽക്കുന്നുണ്ട്. ഇത് മെറ്റാലിക് പെയിൻറ്റ് ജോബാണ്. അത് കഴിഞ്ഞ് നമ്മൾ മുകളിലേക്ക് പോകാൻ നേരത്ത് നമ്മുടെ പാനലിനകത്ത് തന്നെ നമുക്ക് വൈറ്റും പിന്നെ ഓറഞ്ചും റെഡും എല്ലാം കൂടെ ഒരു പാനലാണ് വരുന്നത്. അതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് റെപ്സോൾ ബ്രാൻഡിങ് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ഹെഡ്ലൈറ്റ് നോക്കുമ്പം ഇവിടുത്തെ ഹെഡ്ലൈറ്റ് എന്ന് പറയുന്നത് ഡിയോൻ്റെ ഡീലക്സ് വേരിയൻറ്റ് വരുന്ന അതേ ഹെഡ്ലൈറ്റാണ്. അതായത് LED ഹെഡ്ലൈറ്റ് ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ റേഞ്ചും കവറേജും നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ രാത്രിയൊക്കെ വണ്ടി ഓടിക്കാൻ നേരത്ത് ബുദ്ധിമുട്ടൊന്നും വരുത്തില്ല. പിന്നെ നമ്മൾ വണ്ടിയുടെ ഹാൻഡിൽ കവർ നോക്കുവാണെങ്കിൽ അതിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ ഓറഞ്ച് ആണ്. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ റെപ്സോൾ തീമിംഗ് ആണ്. അതായത് നമുക്ക് റെപ്സോളും ഹോണ്ടയും തമ്മിലുള്ള ആ ഒരു റേസിംഗ് കോർപ്പറേഷൻ്റെ ഒറിജിനൽ ആയിട്ടുള്ള കളർ തീമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് നമുക്ക് ആ ഒരു റേസിംഗ് സ്റ്റൈൽ ഇവിടെ കിട്ടുന്നുണ്ട്. അതായത് അവരവരുടെ ആ റേസിംഗ് വണ്ടിയിൽ ഉപയോഗിക്കുന്ന തീം എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇവിടെ ഈ കളർ സ്കീം ഉപയോഗിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല നമ്മുടെ ഹാൻഡിൽ തന്നെയാണ് DR വരുന്നത്. അത് ഇത് LED തന്നെയാണ്. അത് രണ്ടും കൂടെ നല്ലോണം തന്നെ മാച്ച് ആവുന്നുണ്ട്. പക്ഷേ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഇനി നമ്മുടെ സ്പീഡോ കൺസോൾ എടുക്കുകയാണെങ്കിൽ ഇതൊരു ഡിജിറ്റൽ മീറ്ററാണ്. അത് നമ്മുടെ ഡിയോയുടെ ഡീലക്സ് വേരിയൻറ്റിൽ ഉപയോഗിച്ചിരിക്കുന്ന അതേ മീറ്റർ തന്നെയാണ്. ഇതിൽ നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷനും കാണിക്കുന്നുണ്ട്. അതായത് നമുക്ക് സ്പീഡ് കാണിക്കുന്നുണ്ട്, അതുകൂടാതെ ട്രിപ്പ് മീറ്റർ ഉണ്ട്, പിന്നെ ആവറേജ് മൈലേജും റിയൽ ടൈം മൈലേജ്, ഡിസ്റ്റൻസ് ടു MT അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. പിന്നെ അത് കൂടാതെ സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേഷനും കൂടെ ഉണ്ട്. അത് മാത്രമല്ല നമുക്ക് ഇവിടെ കാണിക്കുന്ന എല്ലാ ഇൻഫർമേഷനും ഒരു കുഴപ്പമില്ല തന്നെ വായിക്കാനും പറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ സ്വിച്ച് കൺട്രോൾസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഡിമ്മും ബ്രൈറ്റും പാസ് ആയിട്ടും കൂടെ വരുന്ന ഒറ്റ സ്വിച്ചാണ്. പിന്നെ ഇൻഡിക്കേറ്റർ ടോഗിൾ ഹോണും വരുന്നുണ്ട്. പിന്നെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് പോകുകയാണെങ്കിൽ നമുക്കവിടെ എഞ്ചിൻ കിൽ സ്വിച്ചും അതുപോലെ തന്നെ സെൽഫ് സ്റ്റാർട്ടും കൂടെ ഒറ്റ സ്വിച്ചായിട്ട് വന്നിട്ടുണ്ട്. അതും ഈ സ്വിച്ച് കൺട്രോൾസിൻ്റെ എല്ലാ ക്വാളിറ്റി നല്ലതാണ്. അപ്പോൾ അത് എടുത്ത് പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ള വണ്ടിയുടെ സൈഡ് പാനലാണ്. അത് നമുക്ക് സൈഡ് പാനൽ വണ്ടിയുടെ ഒരു മെയിൻ അട്രാക്ഷൻ ആണ്. അത് ഈ റെപ്സോൾ എഡിഷനകത്തുള്ള സൈഡ് പാനലിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ വൈറ്റ് ആണ്. അത് മാത്രമല്ല ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രാഫിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റേസിംഗ് സ്റ്റൈലിൽ വരുന്ന ഗ്രാഫിക്സ് തന്നെയാണ്. പിന്നെ നമുക്ക് റെപ്സോൾ ബ്രാൻഡിങ് കിട്ടുന്നുണ്ട്. നല്ലോണം എടുത്ത് നിൽപ്പുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് ഈ ഓറഞ്ചും ബ്ലാക്ക് ടീം എന്ന് പറയുന്നത് നല്ല മാച്ചായിട്ട് തന്നെ നിൽക്കുന്ന കണക്കാണ്. പിന്നെ നമുക്ക് വണ്ടിയുടെ ബാക്ക് സൈഡിലേക്ക് നോക്കാൻ നേരത്ത് വണ്ടിയുടെ ടെയിൽ ലൈറ്റ് എന്ന് പറയുന്നത് സാധാരണ ഇപ്പോൾ ഉള്ള ഡിയോ, അതായത് BS6 ഡിയോൻ്റെ അതേ ടെയിൽ ലൈറ്റ് ഡിസൈനാണ്. അത് ഇതിൻ്റെ ഡിസൈൻ കാണാൻ അത്യാവശ്യം നല്ലതാണ്. അതായത് നമ്മുടെ ടെയിൽ ലൈറ്റിൻ്റെ കൂടെ തന്നെയാണ് ഇൻഡിക്കേറ്റേഴ്സും വരുന്നത്. ഇനി നമ്മൾ ഈ ബാക്ക് പോർഷനകത്ത് വേറൊരു കാര്യം കൂടെ എടുത്ത് പറയാനുണ്ട്. അത് നമ്മൾ ഈ പുതിയ BS6 ഡിയോയിൽ വന്ന കാര്യം തന്നെയാണ്. അത് ഈ റെപ്സോൾ എഡിഷനിൽ കിട്ടുന്നുണ്ട്. അതായത് നമുക്ക് ഇവിടെ എക്സ്റ്റേണൽ ഫ്യൂൽ ഫില്ലിംഗ് സിസ്റ്റം വരുന്നുണ്ട്. ഇത് വളരെ കൺവീനിയൻ്റ് ആയ ഒരു ഫീച്ചറാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി നിറങ്ങാതെ തന്നെ നമ്മുടെ വണ്ടിയുടെ ഈ എക്സ്റ്റേണൽ ഫ്യൂൽ ക്യാപ്പ് തുറക്കാൻ പറ്റും. അതിനുവേണ്ടി ചെയ്യേണ്ടത്രേ ഉള്ളൂ നമ്മുടെ പുതിയ ലോക്ക് സിസ്റ്റം വഴിയാണ് നമ്മൾ തുറക്കുന്നത്. അപ്പോൾ തുറന്നു കഴിയുമ്പോൾ നമുക്ക് അകത്തൊരു ട്വിസ്റ്റ് ക്യാപ്പ് ഉണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ ഒരു സേഫ്റ്റി സൈഡ് കണക്കാണ്. നമുക്ക് കുറച്ചും കൂടെ സേഫ്റ്റി തരുന്ന രീതിയിലാണ് അവർ ചെയ്തേക്കുന്നത്. പിന്നെ നമ്മൾ വണ്ടിയുടെ പിലിയൻ ഗ്രാബ് ബാർ നോക്കുവാണെങ്കിൽ അതിനകത്ത് നമുക്ക് റെഡ് കളറാണ് കിട്ടുന്നത്. അത് സ്പ്ലിറ്റ് ടൈപ്പ് ഗ്രാബ് ബാറാണ്. നമ്മുടെ BS6 ഡിയോയിൽ അങ്ങനെയാണ്. അപ്പോൾ അതുപോലെയാണ് വന്നേക്കുന്നത്. അത് നമുക്ക് ഈ ഗ്രാബ് ബാറിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാണാൻ മാത്രമല്ല ഇത്ര അട്രാക്റ്റീവ്, അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ബാക്കിരിക്കുന്ന ആൾക്ക് പിടിക്കാൻ നല്ല കംഫർട്ട് വരുന്നൊരു ഗ്രാബ് ബാറും കൂടിയാണ്. അത് കഴിഞ്ഞ് നമ്മൾ വണ്ടിയുടെ എക്സോസ്റ്റ് നോക്കാൻ നേരത്ത് ഇതും BS6 ഡിയോയിൽ വരുന്ന അതേ എക്സോസ്റ്റ് ആണ്. നല്ല സ്പോർട്ടി ഡിസൈനുള്ള ഒരു എക്സോസ്റ്റ് ആണ്. അത് കൂടാതെ ഇതിൻ്റെ കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് കളറാണ്. അപ്പോൾ ഇതാണ് ഈ പുതിയ റെപ്സോൾ എഡിഷൻ ഡിയോൻ്റെ ഡിസൈൻ. ഡിസൈൻ എന്ന് പറയുന്നതിനകത്ത് മാറ്റമില്ല. ഡിസൈനും ആ സ്ട്രക്ചറും എല്ലാം നമ്മുടെ BS6 ഡിയോയിൽ എങ്ങനെയാണോ അതുപോലെയാണ് വന്നേക്കുന്നത്. പക്ഷേ ഇത്രയും ഷാർപ്പായ ഒരു ഡിസൈൻ ആയതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു ഗ്രാഫിക്സ് ഉപയോഗിച്ചേക്കുന്നതുകൊണ്ട് എനിക്കിതിൻ്റെ ലുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് നമുക്ക് റെപ്സോൾ ബ്രാൻഡിങ് ഇഷ്ടമാണെങ്കിൽ അല്ലെങ്കിൽ റെപ്സോൾ തീം ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ വണ്ടി ഇഷ്ടപ്പെടും. അത് നമുക്ക് ഇങ്ങനൊരു തീം വന്നതോടുകൂടി നമുക്കൊരു 3 ഓപ്ഷൻ ആയ കണക്കാണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റാൻഡേർഡ് എഡിഷൻ എടുക്കാം, അല്ലെങ്കിൽ ഡീലക്സ് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ റെപ്സോൾ എടുക്കാം. അപ്പോൾ റെപ്സോൾ എഡിഷൻ എന്ന് പറയുമ്പോൾ ഒരു പുതിയ തീമിൽ വന്ന വണ്ടി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ വില എന്തായാലും കൂടുതലായിരിക്കും. അത് നമ്മൾ ഡീലക്സ് വേരിയൻറ്റുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിനെക്കാട്ടി 2500 രൂപയാണ് ഈ റെപ്സോൾ എഡിഷന് കൂടുതലായിട്ട് വന്നേക്കുന്നത്. അപ്പോൾ ആ പ്രൈസിങ് അങ്ങനെ ഭയങ്കര വലിയ പ്രൈസിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ അലോയ് വീൽസ് കിട്ടുന്നുണ്ട്. ഡിയോയിൽ നമുക്ക് സാധാരണ അലോയ് വീൽസ് വരത്തില്ല. അപ്പോൾ അത് തന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ നമുക്കിങ്ങനെ യുണീക്കായിട്ട് നിൽക്കുന്ന ഒരു ഡിസൈൻ എന്ന് പറയുന്നത് നമുക്ക് സാധാരണ രീതിയിൽ നോക്കാൻ നേരത്തിൽ അപ്പോൾ അടുത്ത വർഷം ഇങ്ങനത്തെ ഒരെണ്ണം കാണത്തില്ല, അല്ലെങ്കിൽ ഇത് എത്ര കാലം ഇനി ഓണ്ടത് വെക്കും നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അങ്ങനെ നോക്കാൻ നേരത്തെ തന്നെ നമ്മുടെ കയ്യിൽ ഇരിക്കുമ്പം ഇതൊരു ലിമിറ്റഡ് എഡിഷൻ വണ്ടിയാണ് ആവുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെ ഈ പ്രൈസ് ഡിഫറൻസ് അങ്ങനെ ഭയങ്കര കൂടുതലുമല്ല. അത് നിങ്ങളിവിടെ ഈ കണ്ട പ്രൈസിങ് എക്സ്ഷോറൂം പ്രൈസിംഗ് ആണ്. കൊല്ലം കേരളത്തിലെ എക്സ്ഷോറൂം പ്രൈസിംഗ് ആണ്. നിങ്ങൾക്ക് കൊല്ലം കേരളത്തിലെ ഓൺ റോഡ് പ്രൈസിംഗ് അറിയണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വണ്ടി ബുക്ക് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ടെസ്റ്റ് റൈഡ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊല്ലത്ത് തന്നെ മെയിൻ ഓതറൈസ്ഡ് ഡീലറായ വാഹിനി ഹോണ്ടയെ കോൺടാക്ട് ചെയ്യാം. അവരുടെ ഈ വണ്ടി ഇപ്പോൾ അവൈലബിൾ ആണ്. അത് മാത്രമല്ല നിങ്ങൾക്ക് ഹോണ്ടയുടെ ഏത് വണ്ടി ബുക്ക് ചെയ്യണമെങ്കിലും അവരെ കോൺടാക്ട് ചെയ്യാം. നമ്മൾ ഈ ഹോണ്ട ഡിയോ റെപ്സോൾ എഡിഷൻ്റെ ഡിസൈനും പ്രൈസിങ്ങും ആദ്യം നോക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്താണ് മാറ്റം വന്നിരിക്കുന്നത്.
ഡിസൈൻ എന്ന് പറയുന്നത് തീമാണ് മാറിയേക്കുന്നത്. അപ്പോൾ ഈ തീം നല്ലോണം തന്നെ വന്നിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള ഈ പ്രൈസിങ് ചേഞ്ച് എന്ന് പറയുന്നത് അങ്ങനെ ഭയങ്കര കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ വണ്ടിയിൽ നമ്മൾ ഈ റെപ്സോൾ എഡിഷനകത്ത് വന്നേക്കുന്നത് പുതിയ BS6 ഡിയോയിൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ്. അതായത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന എഞ്ചിൻ എന്ന് പറയുന്നത് അതേ എഞ്ചിനാണ്. അത് മാത്രമല്ല ഈ സ്ട്രക്ചറിനകത്തോ അല്ലെങ്കിൽ ഡയമെൻഷനകത്തോ ഒന്നും മാറ്റം വന്നിട്ടില്ല. നമ്മൾ ഈ എഞ്ചിൻ്റെ കാര്യം നോക്കാൻ നേരത്തെ തന്നെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന എഞ്ചിൻ ഹോണ്ടയുടെ 109.51cc ഫാൻ കൂൾ 4 സ്ട്രോക്ക് സിംഗിൾ സിലിണ്ടർ BS6 പ്രോഗ്രാം ഫ്യൂൽ ഇഞ്ചക്ഷൻ എഞ്ചിനാണ്. ഇത് നല്ലൊരു എഞ്ചിൻ തന്നെയാണ്. 110cc സ്കൂട്ടേഴ്സ് എടുക്കാൻ നേരത്ത് ഏറ്റവും നല്ലോണം പെർഫോം ചെയ്യുന്ന ഒരു എഞ്ചിനാണ്. നല്ല സ്മൂത്ത് ആയ എഞ്ചിനാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതിനകത്ത് പുതിയ ഫീച്ചേഴ്സ് എല്ലാം കിട്ടുന്നുണ്ട്. സൈലൻറ്റ് സ്റ്റാർട്ട് വരുന്നുണ്ട്. അത് കൂടാതെ ഹോണ്ടയുടെ ESP ടെക്നോളജി ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാരണത്താൽ തന്നെ നമ്മൾ ഈ വണ്ടി ഓടിക്കാൻ നേരത്ത് ഒരു 0 to 75 km/h വരെ നമുക്ക് വണ്ടിക്കകത്തൊരു വൈബ്രേഷനോ അല്ലെങ്കിൽ ഒരു എഞ്ചിൻ സ്ട്രെസ്സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യത്തില്ല. അതായത് നല്ല സ്മൂത്ത് ആയിട്ടാണ് വണ്ടി ഓടുന്നത്. അത് നമുക്കിവിടെ സ്പീഡ് കയറുന്ന കാര്യം പറയുവാണെങ്കിൽ അത്യാവശ്യം നല്ല പെട്ടെന്ന് തന്നെയാണ് സ്പീഡ് കയറുന്നത്. പ്രത്യേകിച്ചും 0 to 60 നോക്കാൻ നേരത്ത് വേഗത്തിൽ കയറി പോകണ കണക്ക് തന്നെയാണ്. അത് നമുക്ക് ഡിയോൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത്രയും പെട്ടെന്ന് തന്നെ സ്പീഡ് കയറിയും. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് കുറഞ്ഞൊരു വണ്ടിയാണ്. അതിവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. നമ്മൾ ഡിയോൻ്റെ ഡീലക്സ് വേരിയൻ്റായിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ അതിനെക്കാട്ടി 2 കിലോഗ്രാം കുറവാണ് ഈ റെപ്സോൾ എഡിഷൻ ഡിയോയ്ക്ക്. ഇതിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 103 kilograms ആണ്. പിന്നെ ബാക്കിയുള്ള ഡയമെൻഷനൊന്നും മാറിയിട്ടില്ല. അത് മാത്രമല്ല ഡയമെൻഷനകത്തൊരു ചെറിയ വ്യത്യാസം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഈ വണ്ടി ഓടിക്കുന്ന സമയത്ത് തന്നെ അത്യാവശ്യം വേഗം തന്നെ സ്പീഡ് എടുക്കുന്നുണ്ട്. പിന്നെ ഈ വണ്ടിയുടെ ബോഡി ഫുൾ ഫൈബർ ബോഡി ആയിട്ട് പോലും നമുക്ക് വൈബ്രേഷൻ എവിടുന്നും അങ്ങനെ ഫീൽ ചെയ്യത്തില്ല. അത് ഞാൻ പറഞ്ഞ സ്പീഡ് റേഞ്ച് നിങ്ങൾ നോക്കിക്കോണം. 0 to 75 വരെ നല്ല സ്മൂത്ത് ആയ റൈഡ് എക്സ്പീരിയൻസ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ BS6 ഡിയോൻ്റെ ഡീറ്റെയിൽ റിവ്യൂവിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് നമ്മുടെ ഈ ഡിയോ എന്ന് പറഞ്ഞ വണ്ടി ഹോണ്ട ഡിസൈൻ ചെയ്തേക്കുന്നത് മെയിനായിട്ടും സിറ്റി ഉപയോഗത്തിന് വേണ്ടിയാണ്. കാരണം ഇതിൻ്റെ സ്പീഡ് ഗെയിൻ ഉണ്ടെങ്കിൽ പോലും ഇതിനകത്തും സ്പീഡ് കയറുന്ന രീതി എന്ന് വെച്ചാൽ സിറ്റിയിൽ കയറേണ്ട രീതിയിലാണ് കയറിയേക്കുന്നത്. അത് നമുക്ക് സിറ്റി സ്പീഡ് നോക്കാൻ നേരത്ത് പെട്ടെന്ന് സ്പീഡ് കയറും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ വണ്ടി എന്ന് പറഞ്ഞാൽ വളരെ കോമ്പാക്റ്റ് ആയ വണ്ടിയും പിന്നെ വെയിറ്റ് കുറഞ്ഞൊരു വണ്ടിയാൻ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമ്മൾ സിറ്റി ട്രാഫിക്കിലൊക്കെ എടുത്തുകൊണ്ട് പോകാൻ നേരത്ത് നമുക്ക് ഒരു ബുദ്ധിമുട്ടും വരത്തില്ല. പിന്നെ വളരെ കൊച്ചൊരു സ്പേസ് ആണെങ്കിൽ പോലും അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഡിയോ നല്ലോണം തന്നെ കയറി പോകുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഈ വണ്ടിയുടെ എഞ്ചിൻ ഇത്രയും റിഫൈൻമെൻറ്റ് കിട്ടുന്നതുകൊണ്ട് തന്നെ ഈ വണ്ടിയുടെ റൈഡ് ക്വാളിറ്റി ഏറ്റവും ബെസ്റ്റ് തന്നെയാണ് ഈ സെഗ്മെൻറ്റിനകത്ത്. അപ്പോൾ നമ്മുടെ റൈഡ് ക്വാളിറ്റിക്ക് ഇത്രയും നല്ലോണം ചെയ്ത കണക്ക് തന്നെ ഇതിൻ്റെ കംഫർട്ട് നോക്കാൻ നേരത്ത് അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ BS4 ഡിയോ വരെയുള്ള സമയത്ത് എനിക്ക് ഓടിക്കാൻ നേരത്ത് ഒരു കംഫർട്ട് പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് നമുക്ക് അത്രയും കംഫർട്ട് കിട്ടുന്നൊരു വണ്ടിയല്ലായിരുന്നു ഞാൻ ഓടിച്ച സമയത്ത് BS4 ഡിയോ വരെ. പക്ഷേ ഈ BS6 ഡിയോയ്ക്കകത്ത് പഴയ ഡിയോയിൽ നിന്ന് കുറച്ചും കൂടെ വീതിയും വലുപ്പവും കൂടിയൊരു വണ്ടി ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് കംഫർട്ട് ഒരുപാട് മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ചും എനിക്ക് പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് കംഫർട്ടബിൾ ആയ ഒരു വണ്ടി തന്നെയാണ് ഈ പുതിയ ഡിയോ BS6 എന്ന് പറയുന്നത്. കാരണം അതിൻ്റെ ഫുട്ബോൾ സ്പേസിംഗ് എടുക്കാൻ നേരത്തെ തന്നെ എനിക്ക് കാല് വെക്കുന്നതിനകത്ത് ഒരു ബുദ്ധിമുട്ടില്ല. പിന്നെ സീറ്റ് നോക്കുവാണെങ്കിൽ അത്യാവശ്യം വീതിയും വലുപ്പവും അതിൻ്റെ കൂടെ തന്നെ നല്ല കുഷനിങ് വരുന്നൊരു സീറ്റാണ്. അതുകൊണ്ട് തന്നെ റൈഡറിനും പിലിയനും നല്ല കംഫർട്ട് കിട്ടുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ റൈഡിംഗ് പോസ്റ്റർ എന്ന് പറഞ്ഞാൽ അപ്രൈറ്റ് ആയിട്ടൊരു റൈഡിംഗ് പോസ്റ്ററാണ്. നമുക്ക് ഇരിക്കുന്ന സമയത്ത് തന്നെ നടുവേനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരുത്തില്ല. പിന്നെ ഇതിനൊക്കെ പുറമെ ഡിയോയ്ക്കകത്ത് ആദ്യമായിട്ടാണ് നമുക്ക് ടെലിസ്കോപ്പിക് ഫ്രണ്ട് സസ്പെൻഷൻ വരുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ബാക്കിലത്തെ 3 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ സസ്പെൻഷനും ഇത് രണ്ടും അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എത്ര മോശമായ റോഡിൽ കൂടെ പോയപ്പോഴും അങ്ങനെ ഒരു സ്ട്രെയിൻ അനുഭവപ്പെട്ടതുമില്ല. പിന്നെ അതിൻ്റെ കൂടെ തന്നെ എടുത്ത് പറയേണ്ട വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിൽ ഇപ്പോൾ 12 inch റൂം വരുന്നുണ്ട്. അത് നമുക്ക് കംഫർട്ടിനും അതുപോലെ തന്നെ വണ്ടിയുടെ സ്റ്റെബിലിറ്റിക്ക് അത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഈ പുതിയ ഡിയോ BS6 അല്ലെങ്കിൽ ഡിയോയുടെ റെപ്സോൾ എഡിഷൻ BS6 എടുക്കുകയാണെങ്കിൽ പോലും റൈഡ് ക്വാളിറ്റിയും കംഫർട്ടും ഏറ്റവും നല്ലോണമാണ് വന്നേക്കുന്നത്. പക്ഷേ നമുക്കിവിടെ സേഫ്റ്റി എടുക്കാൻ നേരത്ത് അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റി ഉപയോഗത്തിനാണെങ്കിൽ ഒരു കുഴപ്പമില്ല, നല്ല സേഫ്റ്റി ഉണ്ട്. പക്ഷേ നമ്മളിപ്പോൾ ഹൈവേയിലേക്ക് കയറുവാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇവിടുത്തെ ബ്രേക്ക് എന്ന് പറയുന്നത് ഫ്രണ്ടിലും ബാക്കിലും വരുന്നത് ഡിസ്ക് അല്ല, അതിന് പകരം ഡ്രം മാത്രമാണ്. നമുക്ക് ഈ റെപ്സോൾ എഡിഷനിൽ നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും ഡ്രം ബ്രേക്കാണ് വരുന്നത്. അതും 130mm ഡ്രമാണ് ഉപയോഗിച്ചേക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ കോംബി ബ്രേക്കിംഗ് സിസ്റ്റം വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പം ഒരു സഡൻ ബ്രേക്ക് ഇടുവാണെങ്കിൽ ഒരു 65 km/h താഴെയാണ് വണ്ടിയുടെ സ്പീഡെങ്കിൽ ഒരു കുഴപ്പമില്ല, തന്നെ വണ്ടി നിൽക്കും. അതായത് വണ്ടിക്ക് അത് സ്കിഡോ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. പക്ഷേ അതിന് മുകളിൽ വെച്ച് നമുക്കൊരു സഡൻ ബ്രേക്ക് ഇടേണ്ടി വന്നു കഴിഞ്ഞാൽ റൈഡിംഗ് കണ്ടീഷൻ മോശമാണെങ്കിൽ റിസ്ക് ഇച്ചിരി കൂടുതലാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ഡിയോ എന്ന് പറഞ്ഞ വണ്ടി ഹോണ്ട ഡിസൈൻ ചെയ്തേക്കുന്നത് സിറ്റി ഉപയോഗത്തിന് വേണ്ടിയാണ്. അപ്പോൾ ആ കാര്യത്തിന് വേണ്ടി ഈ ബ്രേക്കും അല്ലെങ്കിൽ ടയറും നോക്കുവാണെങ്കിൽ ഒരു പ്രശ്നമില്ല. പ്രത്യേകിച്ചും ടയറിൻ്റെ കാര്യം തന്നെ 90mm തിക്നെസ് ആണ് ഫ്രണ്ടും ബാക്ക് ടയറിലും വന്നേക്കുന്നത്. പക്ഷേ നല്ല ഗ്രിപ്പ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കേവൊക്കെ എടുക്കാൻ നേരത്ത് അങ്ങനെ സ്കിഡ് ആവുന്ന പ്രശ്നങ്ങളൊന്നും വരുത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ രീതിയിൽ നോക്കുവാണെങ്കിൽ ഡിയോ BS6 അല്ലെങ്കിൽ ഈ റെപ്സോൾ എഡിഷൻ ഡിയോൻ്റെ സേഫ്റ്റിക്ക് അതും കംപ്ലൈൻറ്റ് പറയാനില്ല. ഇനി നമുക്ക് അടുത്തൊരു കാര്യം കൂടെ നോക്കാറുണ്ട്. അതെന്ന് പറഞ്ഞാൽ വണ്ടിയുടെ മൈലേജ് ആണ്. അത് ഞാൻ ഈ റെപ്സോൾ എഡിഷൻ്റെ മൈലേജ് ടെസ്റ്റ് ചെയ്യില്ല. അതിന് പകരം ഡിയോ BS6ൻ്റെ ഡീലക്സ് വേർഷൻ്റെ മൈലേജ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്ത സമയത്ത് അന്ന് നമുക്ക് കിട്ടിയ മൈലേജ് എന്ന് പറയുന്നത് 58 km/l ആണ്. അപ്പോൾ നല്ലൊരു നമ്പറാണ്. പ്രത്യേകിച്ച് നമുക്ക് ഈ ഒരു സെഗ്മെൻറ്റിനകത്ത് ഇത്ര നല്ലൊരു മൈലേജ്, പ്രത്യേകിച്ച് ഒരു സ്കൂട്ടറാണ്. അപ്പോൾ അങ്ങനെ വരാൻ നേരത്തെ മൈലേജ് ഇത്ര നല്ലോണം വരുന്നത് നല്ലതാണ്. അത് മാത്രമല്ല എനിക്ക് ഇവിടെ തോന്നുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെപ്സോൾ എഡിഷനകത്ത് നമുക്ക് അതോ അല്ലെങ്കിൽ അതിനെക്കാട്ടിയും കുറച്ചും കൂടെ കൂടുതൽ മൈലേജ് കിട്ടാനാണ് സാധ്യത. കാരണം എന്ന് വെച്ചാൽ ഈ വണ്ടിക്ക് കുറച്ചും കൂടെ വെയിറ്റ് കുറവാണ്. ആ 2 കിലോഗ്രാം കുറവെന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ഇച്ചിരി കൂടെ മൈലേജ് കൂടാം. പിന്നെ ഇതെന്ന് പറയുന്നത് നിങ്ങൾ ഓടിക്കുന്ന രീതിയാണ്. അപ്പോൾ നിങ്ങൾ റഫായിട്ടാണ് ഓടിക്കുന്നതെങ്കിൽ ഈ മൈലേജ് കിട്ടണമെന്നില്ല. അത് മാത്രമല്ല റൈഡിംഗ് കണ്ടീഷനെ കൂടെ വെച്ചാണ് മൈലേജ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം. പിന്നെ സ്കൂട്ടറായിട്ട് തന്നെ നിങ്ങൾക്ക് അവസാനം അറിയാൻ ഒരു കാര്യം കൂടെ താല്പര്യം കാണും. അതെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്റ്റോറേജ് സ്പേസ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ സ്റ്റോറേജ് സ്പേസ് എന്ന് പറയുന്നത് അത്യാവശ്യം ഉണ്ട്. നമുക്ക് ഫ്രണ്ടിൽ ഒരു ഫ്രണ്ട് പോക്കറ്റ് ഉണ്ട്. പിന്നെ അത് കൂടാതെ നമുക്ക് 2 ഹുക്ക് ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഫുട്ബോൾ സ്പേസിങ് അത്യാവശ്യം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെയും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റും. പിന്നെ അത് കൂടാതെ നമ്മൾ സീറ്റിൻ്റെ അടിയിലെ സ്പേസിൻ്റെ കാര്യം പറയുവാണെങ്കിൽ തന്നെ അതിനകത്തും ലാർജ് സൈസ് ഫുള്ളി കോർഡ് ഹെൽമെറ്റ് വെക്കാനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ പുതിയ ഡിയോ റെപ്സോൾ എഡിഷൻ്റെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ.
ഇതെല്ലാം കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി കാണും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു എക്സ്ട്രാ ഓപ്ഷൻ വന്നണക്കാണ്. നിങ്ങൾക്കൊരു പുതിയ തീമുള്ള ഒരു നല്ല അട്രാക്റ്റീവായ ഒരു 110cc സ്കൂട്ടർ വേണമെന്ന് ആഗ്രഹമുണ്ട്. അത് നിങ്ങൾ ഡിയോ ആയിരുന്നു ചൂസ് ചെയ്ത് വെച്ചിരുന്നെങ്കിൽ ഈ റെപ്സോൾ എഡിഷൻ അതിനകത്ത് ഏറ്റവും നല്ലൊരു ചോയ്സ് തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി ഒരു പ്രൈസ് ഡിഫറൻസിന് ഇങ്ങനെ ഒരു യുണീക്കായ ഒരു തീം കിട്ടും. അത് ഇതിൻ്റെ കളർ കോമ്പിനേഷൻ പ്രോപ്പറായ ആ റെപ്സോൾ റേസിംഗ് എഡിഷൻ വന്നേക്കുന്ന രീതിയിലാണ്. അതുകൊണ്ട് തന്നെ കുറേ കാലം കഴിഞ്ഞാലും ഈ ഒരു വണ്ടി ഒരു ലിമിറ്റഡ് എഡിഷൻ പോലെ തന്നെ നമ്മുടെ കാണുകയും ചെയ്യും. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. അതുകൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനൽ പ്രൊമോട്ടും ചെയ്യുക. നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.